നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. തിരിച്ചടിക്ക് തയ്യാറായി ഭാരതം. വ്യോമാതിർത്തി അടച്ചതിന് പിന്നാലെ പാക് അതിർത്തിയിൽ അത്യാധുനിക ജാമറുകൾ വിന്യസിച്ചു. ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തികളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഭാരതത്തിനൊപ്പമെന്ന് അമേരിക്ക. വളഞ്ഞുപിടിക്കാൻ ഭാരതം. NIA ഡയറക്ടർ ജനറൽ പഹൽഗാമിൽ 3 ഇടങ്ങൾ കൂടി ആക്രമിക്കാൻ ഭീകരർ പദ്ധതിയിട്ടെന്ന് സൂചന. 50 പേർ NIA കസ്റ്റഡിയിൽ. ഭീകരർക്കായി സുരക്ഷാസേനയുടെ തിരച്ചിൽ ഊർജിതം. തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ. കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദിന് പാക് സൈന്യത്തിൻ്റെ കനത്ത കാവൽ. നടപടി ഒളിത്താവള രഹസ്യങ്ങൾ പുറത്തായതിന് പിന്നാലെ. ചാരസംഘടനാ മേധാവിയെ ദേശീയ ഉപദേഷ്ടാവാക്കി പാകിസ്ഥാൻ്റെ പുതിയ നീക്കം. പ്രകോപനവുമായി പാകിസ്ഥാൻ സെൻറ്റർ. അയോധ്യയിൽ ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കും. മസ്ജിദിൻ്റെ ആദ്യ കല്ല് പാക് പട്ടാളമിടുമെന്നും പൽവാൻ ഷാ മുഹമ്മദ് സായിഖ് ഖാൻ്റെ വീരവാദം. കേരളത്തിലെ പാകിസ്ഥാനുകൾക്കെതിരെ പൊതുജനം. ജനം വാർത്തയ്ക്ക് പിന്നാലെ കുന്നത്തൂരിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി BJP. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 3 പാകിസ്ഥാൻ മുഖുകൾ. കേരളത്തിൽ വേണ്ട പാകിസ്ഥാൻ. ജനം TV ക്യാമ്പയിൻ തുടരുന്നു. പ്രധാന സേവകൻ ഇന്ന് തിരുവനന്തപുരത്ത്. വിഴിഞ്ഞം തുറമുഖം നാളെ രാജ്യത്തിന് സമർപ്പിക്കും. വിപുലമായ പരിപാടികളുമായി BJP. തലസ്ഥാനത്ത് ഇന്ന് ഗതാഗത നിയന്ത്രണം. ആശാസമരം പുതിയ ഘട്ടത്തിൽ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഇനി രാപ്പകൽ സമരയാത്ര. ആശമാരെ അഭിസംബോധന ചെയ്യാനിരിക്കെ മല്ലിക സാരാഭായിക്ക് അഭിപ്രായ വിലക്ക്. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി. വനം മന്ത്രിയുടെ മലക്കം മറച്ചിലിൽ ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി. വനം വകുപ്പിൽ ആഭ്യന്തരാന്വേഷണം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ മൊഴിയും രേഖകളും EDക്ക് നൽകാനാവില്ലെന്ന് വിചാരണ കോടതി. രേഖകളുടെ പകർപ്പ് എടുക്കാൻ സൗകര്യങ്ങളില്ലെന്ന് വിശദീകരണം. ഉത്തരവിനെതിരെ ED ഹൈക്കോടതിയിലേക്ക്. കോഴിക്കോട് തളി മഹാശിവക്ഷേത്രത്തിൽ വിവാഹത്തിനിടെ വിപ്ലവ മുദ്രാവാക്യം. ദേവസ്വം ഭൂമിയിൽ SFIക്ക് സിന്ദാബാദ് വിളിച്ച് ഹിന്ദു സംസ്കാരത്തെ അപമാനിക്കാൻ ശ്രമം. ചടങ്ങുകളുടെ പാവനത തകർക്കാൻ നീക്കമെന്ന ഹിന്ദു ഐക്യവേദി. വാർത്തകൾ വിശദമായി നോക്കാം. ഭീകരതയ്ക്ക് മാപ്പില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പായി മറ്റ് 3 ഇടങ്ങളിൽ കൂടി ആക്രമണം നടത്താൻ ഭീകര പദ്ധതി തയ്യാറാക്കിയിരുന്നതായി വിവരം. NIA കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായ ഈ വിവരം ലഭിച്ചത്. അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ലക്ഷ്യമിട്ടത്. അതിനിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന പ്രദേശങ്ങളിൽ NIA മേധാവി എത്തി പരിശോധന നടത്തി. ഭീകര സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ പിർ പിൻജാൽ മേഖലയിൽ സുരക്ഷാ സേനയുടെ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ റൈഫിളിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗമാണ് തെരച്ചിൽ നടത്തുന്നത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, വീണ്ടും വളരെ ഊർജിതമായി സേനയും മറ്റ് വിഭാഗങ്ങളും ഭീകരർക്കായി തെരച്ചിൽ നടത്തുകയാണ്. അതിനിടെ NIA
തലവൻ അവിടെ എത്തിയിരിക്കുന്നു. കൂടുതൽ മേഖലകളിൽ ഭീകരാക്രമണ പദ്ധതി ഇട്ടതായുള്ള വിവരങ്ങളും പുറത്ത് വരുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ നൽകാൻ പറ്റുന്ന പുതിയ വിവരങ്ങൾ? അനിൽ നമ്പ്യാർ NIA കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പെഹൽഗാമിൽ ബൈസരൻ വാലിയിൽ കൂടാതെ അതിനു മുമ്പായി തന്നെ 3 ഇടങ്ങളിൽ സമാനമായ രീതിയിലുള്ള അക്രമങ്ങൾ നടത്തുവാൻ വേണ്ടി പദ്ധതിയിട്ടിരുന്നു എന്നുള്ളത്. ഈ പെഹൽഗാമിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും അതേപോലെ തന്നെ അവിടെ ഒരു ഗാർഡനും അടക്കമുള്ള മേഖലകൾ ആക്രമിക്കുവാൻ അവിടെ എത്തുന്ന ജനങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടിയായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ അവിടെ സുരക്ഷ കർശനമാക്കി ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ അതിക്രമങ്ങൾ നടത്തുവാൻ വേണ്ടി ഈ ഭീകരവാദികൾക്ക് സാധിക്കാതെ പോയത്. അതേസമയം ഈ ബൈസരൻ വാലിയിൽ സ്വാഭാവികമായും അത്രമാത്രം ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഈ ബൈസരൻ വാലിയിൽ ഭീകരവാദികൾക്ക് സാധാരണക്കാരായ 26 പേരെ വെടിവെച്ച് കൊല്ലാൻ സാധിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും NIA കണ്ടെത്തിയിരിക്കുന്നത്. NIA കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായത്. മാത്രമല്ല, ഇവരുടെ കൈവശം ചൈന നിർമ്മിത സാറ്റലൈറ്റ് ഫോണുണ്ട്. അതുകൊണ്ട് തന്നെ സിം കാർഡോ മറ്റോ ഉപയോഗിക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് ഈ മറ്റ് ഭീകരരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും ഈ NIAയുടെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ സാറ്റലൈറ്റ് പിക്ചറിൽ ഈ പിർപ്പഞ്ചാൽ മേഖലയിൽ ചില ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ആ മേഖലയിലേക്ക് രാഷ്ട്രീയ റൈഫിൾസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ആ മേഖലയിൽ ഇപ്പോൾ സെർച്ചിങ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ അവിടെ ഏതാണ്ട് 60 കിലോമീറ്റർ മേഖല ചുറ്റപ്പെട്ടുള്ള ഒരു മലനിരയാണ് ഈ പിർപ്പഞ്ചാൽ എന്നുള്ളത്. അവിടെയാണിപ്പോൾ ഈ തെരച്ചിൽ നടപടികൾ ഊർജിതമാക്കിയിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ അതിർത്തി മേഖലയിൽ സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഉറി സെക്ടറിലടക്കം ഈ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. BSF ശക്തമായ നാണയത്തിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭാരതത്തിൻ്റെ സൈനിക ഓപ്പറേഷൻ മേധാവി അദ്ദേഹം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആർമിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയും മേലിൽ ഇത്തരം അക്രമങ്ങൾ ഉണ്ടായാൽ കർശനമായ നടപടികളിലൂടെ തിരിച്ചടിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഈ സൈനിക ഓപ്പറേഷൻ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തെ അദ്ദേഹം അപലപിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ NIA ഒരു ഭാഗത്ത് തുടരുമ്പോൾ ഈ ഭീകരർക്കായുള്ള തിരച്ചിൽ സജീവമാണ്. ഈ കുൽഗാം മലനിരകളിലാണേലും അതേപോലെ തന്നെ പിർപ്പഞ്ചാൽ മലനിരകളിലാണേലും ഒക്കെ തന്നെ ഇത്തരം മലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്. ഭീകരർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നറിയാൻ സാധിച്ചിട്ടുണ്ടോ സൈന്യത്തിന്? അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു എന്നൊക്കെ വാർത്തകൾ ഉണ്ട്. എന്താണ് ഇതിൽ നിജസ്ഥിതി? നിലവിലിപ്പോൾ ഈ പിർപ്പഞ്ചാൽ മേഖലയിലുള്ള ഭീകരരുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അത് ഈ ബൈസരൻ വാലിയിൽ അക്രമം നടത്തിയ ഭീകരരാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു പക്ഷേ മറ്റ് ഭീകരരാകാം എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് നിലവിൽ ഈ പ്രത്യേക ദൗത്യ സംഘത്തിനുള്ളത്. ഏതായാലും കുൽഗാം മലനിരകളിലാണ് ഈ ഭീകരർ, അതായത് ബൈസരൻ വാലിയിൽ അക്രമം നടത്തിയ ഭീകരർ ഉള്ളതെന്നായിരുന്നു ആ ദൗത്യ സംഘം വ്യക്തമാക്കിയിരുന്നത്, അല്ലെങ്കിൽ അന്വേഷണ സംഘം അതായിരുന്നു സ്ഥിരീകരിച്ചിരുന്നത്. അവർ തന്നെയാണോ ഈ പിർപ്പഞ്ചാൽ മേഖലയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമില്ല. അതേസമയം ഉപഗ്രഹ ചിത്രത്തിൽ ഈ ചില ഭീകരരുടെ ചിത്രങ്ങൾ ഈ മേഖലയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് ഇവർ തന്നെയാണോ എന്ന് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല. ഏതായാലും അത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിലെ സെർച്ചിങ് ഓപ്പറേഷനുകൾ മുഴുവൻ പൂർത്തിയാകണം. ഇല്ലെങ്കിൽ അവരെ പിടികൂടിയാൽ മാത്രമേ ഇവർ തന്നെയാണോ ഈ ബൈസരൻ വാലിയിൽ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുള്ളൂ. ഏതായാലും സമഗ്രമായ തെരച്ചിലാണ് ഈ ജമ്മു കാശ്മീരിലെ ഉടനീളമുള്ള വനമേഖലകളിലും മലനിരകളും കേന്ദ്രീകരിച്ചിപ്പോൾ നടക്കുന്നത്. ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും NIA സംഘമോ അല്ലെങ്കിൽ ഭീകരരെ പിന്തുടരുന്ന കാര്യത്തിൽ ദൗത്യ സംഘമോ കാട്ടിയിട്ടില്ല. പ്രധാനമായും ഇവരെ ജീവനോടുകൂടി പിടികൂടണമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ദൗത്യ സംഘമുള്ളത്. അത്തരമൊരു നിർദ്ദേശമാണ് ഡൽഹിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അവരെ വധിക്കാനായിരുന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം മുമ്പ് ഈ ഭീകരരുടെ അടുത്തേക്ക് പോലും ഈ പ്രത്യേക ദൗത്യ സംഘം എത്തിയിരുന്നു. അവരെ ആ നിമിഷം വധിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ സൈന്യത്തിന് ഈ പ്രത്യേക ദൗത്യ സംഘത്തിന് നേരെ വെടിയുതിർത്തുകൊണ്ട് അവർ മാറുകയായിരുന്നു. തിരിച്ച് പ്രത്യാക്രമണം നടത്തിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം
അതേസമയം അവരെ വധിക്കണമെന്നുള്ള ഒരു രീതിയിലല്ല പ്രത്യാക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഈ ദൗത്യസംഘം നൽകുന്ന സൂചനകൾ. കാര്യം അവരെ ജീവനോടുകൂടി ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികളെ ജീവനോടുകൂടി പിടികൂടിയാൽ മാത്രമേ ഈ പാകിസ്ഥാൻ്റെ ഭീകരവാദ ബന്ധം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പഹൽഗാം വിഷയത്തിൽ പാകിസ്ഥാൻ്റെ ബന്ധം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ പരമാവധി അവരെ ജീവനോടുകൂടി പിടികൂടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രത്യേക ദൗത്യസംഘം ലക്ഷ്യം വെക്കുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് മറ്റ് 3 ഇടങ്ങളിൽ കൂടി ആക്രമണം നടത്താൻ ഭീകര പദ്ധതി തയ്യാറാക്കിയിരുന്നതായി വിവരം. NIA കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായ ഈ വിവരം ലഭിച്ചത്. അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ലക്ഷ്യമിട്ടത്. അതിനിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന പ്രദേശങ്ങളിൽ NIA മേധാവി എത്തി പരിശോധന നടത്തി. ഭീകര സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ പിർപഞ്ചാൽ മേഖലയിൽ സുരക്ഷാസേനയുടെ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. നന്ദഗോപനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാന് കനത്ത മറുപടി നൽകാൻ സുസജ്ജമായി ഭാരതം. ഗുജറാത്ത് തീരത്ത് ഭാരതത്തിൻ്റെ നാവികസേന പരിശീലനം തുടരുകയാണ്. അറബിക്കടലിൽ പാക് നാവികസേനയും പരിശീലനം നടത്തുന്നുണ്ട്. അതിനിടെ പാകിസ്ഥാൻ്റെ യാത്രാ സൈനിക വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച് ഇന്ത്യ വ്യോമാതിർത്തി അടച്ചു. ലഷ്കർ ഇ തയ്ബ ഭീകരൻ ഹാഫിസ് സയ്യിദിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടി ഭയന്നാണ് ഈ നീക്കം. ലാഹോറിലെ ഹാഫിസ് സയ്യിദിൻ്റെ വസതിയിലാണ് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങളെ വിന്യസിച്ചത്. മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന ഭീകരനാണ് ഹാഫിസ് സയ്യിദ്. ശത്രു മനസ്സിൽ ചിന്തിക്കുന്നതിലും വലിയ തിരിച്ചടിയാകും ഭാരതം പഹൽഗാമിന് പകരം നൽകുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനാൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഭീതിയിലാണ്. ഏത് നിമിഷവും ഭാരതത്തിന്റെ പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്ലാമിക ഭീകര സംഘടന ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന് പാകിസ്ഥാൻ സുരക്ഷ വർദ്ധിപ്പിച്ചത്. ലാഹോറിലെ ഒരു മുസ്ലിം കേന്ദ്രത്തിലാണ് ഹാഫിസ് സയ്യിദ് കഴിയുന്നത്. ഇവിടെ ഒരു മദ്രസയ്ക്കും മസ്ജിദിനോടും ചേർന്ന് വലിയ ബംഗ്ലാവാണ് ഇയാളുടെ താവളം. സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളാണ് ഇപ്പോൾ സുരക്ഷ നൽകുന്നത്. വീടിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പുതിയ CCTVകൾ സ്ഥാപിച്ചു. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഹാഫിസ് സയ്യിദിനെ UN ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഭാരതം ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ തേടുന്ന ഭീകരന് ഇപ്പോൾ പാകിസ്ഥാൻ സുരക്ഷ വർദ്ധിപ്പിച്ച് സംരക്ഷണം ഒരുക്കുന്നു. ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നുവെന്ന പാകിസ്ഥാന്റെ പ്രസ്താവനകൾക്ക് 1% പോലും ആത്മാർത്ഥതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടി. ജനം, ഡൽഹി. ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കുമെന്ന് പാകിസ്ഥാൻ സെനറ്റ്. അയോധ്യയിൽ നിർമ്മിക്കുന്ന ബാബറി മസ്ജിദിൻ്റെ ആദ്യ കല്ല് പാകിസ്ഥാൻ പട്ടാളം ഇടുമെന്നാണ് പാക് സെനറ്ററായ പൽവാർ ഷാ മുഹമ്മദ് സായിഖാൻ്റെ പ്രസ്താവന. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പാകിസ്ഥാൻ സെനറ്റ് വളരെ പ്രകോപനപരമായ രീതിയിലാണ് പ്രസംഗിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടെ, ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ നീങ്ങുന്നു എന്നതിൻ്റെ പ്രതിഫലനം തന്നെയല്ലേ ഈ വാക്കുകളിൽ ഉള്ളത്? അനിൽ നമ്പ്യാർ, പാകിസ്ഥാൻ സെനറ്ററായിട്ടുള്ള പർവാസ മുഹമ്മദ് സായി ആണ് ഈ രീതിയിലുള്ള പ്രകോപന പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സെനറ്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ഇവർ പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം തകർത്ത് അവിടെ ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കുമെന്നുള്ളതാണ്. പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ബാബരി മസ്ജിദിന്റെ ആദ്യത്തെ തറക്കല്ല് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പട്ടാള മേധാവി ജനറൽ അസീം മുനീർ ഇടും എന്ന ഒരു പ്രസ്താവന ഇവർ നടത്തിയിരിക്കുന്നു. മാത്രമല്ല, ഭാരതത്തിലൊരു ഇസ്ലാമിക സർക്കാർ വരണം, അതിനുവേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രവർത്തിക്കണം എന്ന പ്രസ്താവന ഈ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ വനിതാ സെനറ്റർ നടത്തുകയാണ്. അതോടൊപ്പം ഇവർ നടത്തിയിട്ടുള്ള വളരെ വിവാദമായിട്ടുള്ള മറ്റൊരു പ്രസ്താവന ഇന്ത്യയിലെ സിഖ് സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിലുള്ള സിഖ് പട്ടാളക്കാർ ഒരിക്കലും പാകിസ്ഥാനെ ആക്രമിക്കില്ല എന്നിവർ പറയുന്നു. അതായത് സിഖ് ഗുരു ഗോവിന്ദ സിംഹന്റെ ഗുരു നാനാക്കിന്റെ ജന്മനാടാണ് പാകിസ്ഥാൻ. അതിനാൽ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ
സിഖ് സൈന്യം അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കും തുടങ്ങിയ വിവാദങ്ങൾ മാത്രം നിറഞ്ഞൊരു പ്രസ്താവനയാണ് ഈ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ സെക്രട്ടറിയായ പൽവാഷ മുഹമ്മദ് സായി നടത്തിയിരിക്കുന്നത്. തീർത്തും ഇസ്ലാമിക സ്വഭാവം രൂപപ്പെടുത്തുന്ന, അതായത് ഒരു ഇസ്ലാമിക സംഘടനകളുടെ തീവ്ര സംഘടനകളുടെ നേതാക്കൾ പ്രസംഗിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം ഇവർ സെനറ്റിൽ നടത്തിയിരിക്കുകയാണ്. അനിൽ നമ്പ്യാർ. ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കുമെന്ന് പാകിസ്ഥാൻ സെനറ്റ്. അയോധ്യയിൽ നിർമ്മിക്കുന്ന ബാബറി മസ്ജിദിന്റെ ആദ്യ കല്ല് പാകിസ്ഥാൻ പട്ടാളം ഇടുമെന്നാണ് പാക് സെനറ്ററായ പൽവാഷ മുഹമ്മദ് സായിഖാന്റെ പ്രസ്താവന. ഗൗതം അനന്തനാരായണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ISI ചാരസംഘടനാ മേധാവി മുഹമ്മദ് അസീം മാലിക്കിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ അധിക ചുമതല നൽകി പാകിസ്ഥാൻ. ഭാരതത്തിലേക്ക് ഭീകരരെ കടത്തിവിടുന്നതിൽ ISIയുടെ പങ്ക് നേരത്തെ വ്യക്തമായിരുന്നു. ഇതേ സംവിധാനത്തിൻ്റെ മേധാവിയെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയോഗിക്കുന്നത് പാകിസ്ഥാൻ ഭീകരർക്ക് കുടപിടിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ്. ISIയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തികളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ഭാരതം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര പോര് തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ജാഗ്രത പാലിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികളോടും സുരക്ഷാ സേനയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങളുടെ സഹായത്തോടെ ഭാരതത്തിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചേക്കുമെന്ന വിലയിരുത്തലുകളെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം എന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭാരതം നടത്തുന്ന അന്വേഷണത്തോട് സഹകരിക്കണമെന്നും പാകിസ്ഥാനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി മാർക്കോ റൂബിയോ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടെയാണ് നിലപാട് വ്യക്തമാക്കിയത്. ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഭീകരവിരുദ്ധ സഖ്യത്തോടൊപ്പമാണ് അമേരിക്ക എന്ന നിലപാട് ഉറപ്പിച്ചു പറയുകയാണ് വീണ്ടും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം ഉണ്ടെന്ന് മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കി. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ഭീകരാക്രമണം അപലപിക്കപ്പെടേണ്ടത് അനിവാര്യമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായും സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സംഭാഷണം സംബന്ധിച്ച ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും മാർക്കോ റൂബിയോ സംസാരിച്ചു. ആക്രമണത്തിൽ ഭാരതം നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കണമെന്ന് പാകിസ്ഥാനോട് റൂബിയോ ആവശ്യപ്പെടുകയും ചെയ്തു. കൃത്യമായ നിലപാടാണ് ഭീകരാക്രമണ വിഷയത്തിൽ അമേരിക്ക അറിയിക്കുന്നത്. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യം പാകിസ്ഥാൻ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. ചൈനയും നിലപാടിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ സ്വതന്ത്ര അന്വേഷണത്തിൽ അനുകൂല നിലപാടല്ല അമേരിക്ക സ്വീകരിക്കുന്നതെന്ന് വാക്കുകളിൽ നിന്ന് വ്യക്തം. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്ന് ഭാരതത്തിന് വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ജനമന്വേഷണ പരമ്പര തുടരുന്നു. കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 3 ഇടത്താണ് പാകിസ്ഥാൻ്റെ പേരിൽ സ്ഥലങ്ങളുള്ളത്. വിവിധ ഇടങ്ങളിലുള്ള പാകിസ്ഥാൻ മുക്കുകൾ കേരളത്തിന് അപമാനമാണെന്ന അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പേരുമാറ്റ ആവശ്യവും ശക്തമാകുകയാണ്. ജനം TV ക്യാമ്പയിൻ തുടരുന്നു. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ പാകിസ്ഥാൻ സ്ഥലപ്പേരുകൾ ഒരിക്കൽ കൂടി ചർച്ചയാകുന്നത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തുമുണ്ട് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ പേരിൽ അറിയപ്പെടുന്ന നിരവധി സ്ഥലപ്പേരുകൾ. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് പ്രധാനമായും 3 ഇടത്താണ് പാകിസ്ഥാന്റെ പേരിൽ സ്ഥലപ്പേരുള്ളത്. കല്ലറ മിതിർമലയ്ക്ക് സമീപത്തും നെടുമങ്ങാട് ഭരതന്നൂരിന് സമീപത്തും വെഞ്ഞാറമുട്ടിലുമാണ് പാകിസ്ഥാൻ മുക്കെന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളുള്ളത്. ഭാരതത്തിനെതിരെ ഇത്രയും ഭീകരമായ പ്രവർത്തനം നടത്തുമ്പോഴത്തേക്കും ആ രാജ്യത്തെ സ്നേഹിക്കുന്ന തലത്തിലേക്ക് ഉള്ള ഒരു നാടിന് തന്നെ ആ പേര് നാമകരണം ചെയ്തിരിക്കുന്നത് അടിയന്തരമായി തന്നെ ആ പാകിസ്ഥാൻ മുക്ക് എന്ന് പറയുന്ന നാമകരണം മാറ്റണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്.
ആ പാകിസ്ഥാൻ്റെ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മുടെ സഹോദരങ്ങൾ 28 പേർ ഈ അടുത്ത് നഷ്ടപ്പെടുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടുപ്രദേശത്താകെ പാകിസ്ഥാൻ മുക്ക് എന്നുള്ള നാമകരണത്തിൽ അറിയപ്പെടുന്ന പ്രദേശങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. രാജ്യത്തിന് നിരന്തരം ഭീഷണി സൃഷ്ടിക്കുന്ന പാകിസ്ഥാൻ്റെ പേരിൽ ഒരു സ്ഥലപ്പേര് അത് വേണമോ എന്നാണ് പ്രദേശവാസികൾക്കും ചോദിക്കാനുള്ളത്. അതായത് നിരന്തരം നമ്മുടെ രാജ്യത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നൈബർ കൺട്രിയാണ് പാകിസ്ഥാൻ എന്നത്. ഈ പാകിസ്ഥാൻ എന്നുള്ള പേര് നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു പൂർവ്വ സൈനികൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. പാകിസ്ഥാൻ എന്നുള്ള പേര് നമ്മുടെ രാജ്യത്തിനും ഒരു രാജ്യത്തുള്ള ഒരു ഭാഗത്തും ഒരു സ്ഥലത്ത് പോലും പാടില്ല. കേരളത്തിൽ പ്രോബബ്ലി ഒരു 4-5 സ്ഥലത്ത് ഇത്തരത്തിലുള്ള പേരുകൾ കണ്ടുവരുന്നുണ്ട്. അത് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ റിമൂവ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കല്ലറ വില്ലേജിൻ്റെ പരിധിയിലാണ് പാകിസ്ഥാൻ മുക്ക് വരുന്നത്. അവിടങ്ങളിലുള്ള പ്രദേശങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആധാരങ്ങളിൽ പോലും പാകിസ്ഥാൻ മുക്ക് എന്ന് എഴുതി ചേർക്കാറുണ്ടെന്നാണ് വിവരം. ഇതൊരു തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പലയിടങ്ങളിലായി പാകിസ്ഥാൻ അനുകൂല പേരുകളുണ്ട്. പൽഹാമിലെ വേദനയിൽ നെഞ്ചു പൊട്ടുന്ന ഈ നിമിഷമെങ്കിലും അധികൃതർ ഓർക്കണം, ഈ പേര് നമുക്കിനി വേണോ എന്ന്. രഞ്ജിത്തിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. പാലക്കാട് നഗരസഭയിൽ വിവാദമായ ജിന്ന സ്ട്രീറ്റിന് ആ പേര് നൽകിയത് UDF ഭരണസമിതിയെന്ന് BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. 1988 മൊയ്തുണ്ണി എന്ന കൗൺസിലറുടെ നേതൃത്വത്തിലാണ് പ്രദേശത്തിന് ജിന്നയുടെ പേരിട്ടത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം വീടിന് സമീപമുള്ള പാകിസ്ഥാൻ മുക്കിൻ്റെ പേര് മാറ്റണമെന്ന് പറയാൻ ആർജവമുണ്ടോ എന്നും പ്രശാന്ത് ശിവൻ ചോദിച്ചു. ജനം ഇമ്പാക്ട്. പാലക്കാട് വലിയങ്ങാടിയോട് ചേർന്നുള്ള മഞ്ഞക്കുളം റോഡ് മുതൽ വിത്തുണി വരെയുള്ള പ്രദേശത്തിൻ്റെ പേര് ജിന്ന സ്ട്രീറ്റ് ആണെന്ന വാർത്ത ജനം TV പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പ്രതികരണവുമായി BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ രംഗത്തെത്തിയിരിക്കുന്നത്. പാലക്കാട് നഗരസഭ ഭരിച്ച കോൺഗ്രസ് ഭരണസമിതിയാണ് പ്രദേശത്തിന് പാകിസ്ഥാൻ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയുടെ പേര് നൽകിയതെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. 1988 UDF വാർഡ് കൗൺസിലർ മൊയ്തുണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു നാമകരണം. പ്രസ്തുത പേര് മാറ്റി പ്രദേശത്തിന് ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് നൽകണമെന്നും അടുത്ത നഗരസഭാ കൗൺസിലിൽ BJP ഈ ആവശ്യം ശക്തമായി ഉയർത്തുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. അടുത്ത കൗൺസിലിനകത്ത് ഇത്തരത്തിലുള്ള ജിന്നയുടെ പേരിലുള്ള ഇതുപോലുള്ള പാകിസ്ഥാൻ അടയാളങ്ങൾ രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള രേഖകൾ ഈ പാലക്കാടിൻ്റെ മണ്ണിൽ ആവശ്യമില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് 100% ഉണ്ട്. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുടെ ഒരു തുടക്കമെന്ന നിലയ്ക്കാണ് ജിന്ന സ്ട്രീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പേര് മാറ്റി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ജാലിയൻ വാലാബാഗ് സമരത്തിൽ ഇത്രത്തോളം പ്രാധാന്യം വഹിച്ചിട്ടുള്ള അതിനെ തുടർന്ന് നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് അവിടെ നൽകണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം അടുത്ത കൗൺസിലിനകത്ത് ചർച്ചയായി വരും. കൂടാതെ പാലക്കാട് ഒരു കെട്ടിടത്തിന് ദേശീയവാദിയുടെ പേര് നൽകുന്നതിനെ എതിർക്കുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പാകിസ്ഥാൻ മുക്ക് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്നും രാജ്യം പെഹൽഗാം ആക്രമണത്തിൽ വേദനയിൽ കഴിയുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ പേര് മാറ്റണമെന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ധൈര്യമുണ്ടോ എന്നും പ്രശാന്ത് ശിവൻ ചോദിച്ചു. പാലക്കാട് MLAയുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഏതാനും മിനിറ്റുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കടമ്പനാട് എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരുവാനായി സാധിക്കും. ആ പ്രദേശത്ത് പാകിസ്ഥാൻ മുക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കോളനിയുണ്ട്. അവിടെ ആ പ്രദേശത്തിൻ്റെ പേര് മാറ്റണം എന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പേര് അവിടെ അത്തരത്തിലല്ല വേണ്ടത്. ഈ രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ള ധീര ജവാന്മാരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആളുകളുണ്ട്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലുള്ള ആളുകൾ, ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജനെ പോലുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുടെ പേരുകളിൽ അറിയപ്പെടേണ്ട പ്രദേശങ്ങൾക്ക് ഇത്തരത്തിൽ പാകിസ്ഥാൻ മുക്ക് എന്ന തരത്തിൽ വന്നിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇന്ന് രാജ്യം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പേരുകൾ ഒഴിവാക്കണം എന്നുള്ള ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് പോലും പാലക്കാട് MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് ജനങ്ങൾക്ക് ഇതിലൂടെ വലിയ രീതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജിന്ന സ്ട്രീറ്റ് എന്ന പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് BJP നഗരസഭയിൽ അടിയന്തര പ്രമേയം നൽകിയിരുന്നു. ജനം, പാലക്കാട്. കൊല്ലം കുന്നത്തൂരിലുള്ള പാകിസ്ഥാൻ മുക്കിൻ്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് നിവേദനം നൽകി BJP. LDF ഭരിക്കുന്ന പഞ്ചായത്തിലാണ് പാകിസ്ഥാൻ മുക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട,
ഇന്ന് ജനം TV ക്യാമ്പയിനിൽ കൊല്ലത്തെ പാകിസ്ഥാൻ മുക്ക വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെയാണ് BJPയുടെ നീക്കം. ജനം ഇമ്പാക്ട്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് BJP നേതൃത്വം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയത്. അടിയന്തരമായി പാകിസ്ഥാൻ മുക്കെന്ന പേര് നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. കുന്നത്തൂർ താലൂക്കിലെ ഐവർകാല പടിഞ്ഞാറ് വടക്ക് വാർഡിലാണ് പാകിസ്ഥാൻ മുക്കെന്ന പേരിലൊരു സ്ഥലം. 7 പതിറ്റാണ്ടായി ഇവിടം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു പേരുണ്ടായതെന്നതിന് നാട്ടുകാർക്കും വ്യക്തമായ വിവരമില്ലായിരുന്നു. ആർക്കും അറിയില്ല അങ്ങനെ പേര്, പുതിയ പേരിട്ടേക്കുന്നതായിട്ട്. അതുകൊണ്ടാണ് അത് പണ്ടുള്ളതുകൊണ്ട് ഒരു 55 വർഷത്തിൽ കൂടുതലായി പേര് വീണ്ടും തന്നെ. സ്ഥലത്ത് നമ്മുടെ ജനിച്ചോളുന്നതിന് മുമ്പ് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് എല്ലാവരും ജനിച്ചോളുന്ന 56 വർഷം മുമ്പേ, 60 എനിക്ക് ഓർമ്മ മുമ്പ്, എനിക്കിപ്പോൾ 57 വയസ്സുണ്ട്. അതിന് മുമ്പേ ഇങ്ങനെ അറിയപ്പെടുന്നത്. മാറ്റാൻ ശ്രമം ഉണ്ടായിരുന്നു. 1-2 പേര് വേറെ പേരിട്ട് പ്രിയദർശിനി എന്നിട്ട് പിന്നെ 1-2 പേരൊക്കെ ഇട്ട് അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ട് പാർട്ടിക്കാരൊക്കെ ഇട്ട് അതൊന്നും നിലവിൽ വരത്തില്ലല്ലോ. ഈ പഴയ പേര് തന്നെ എല്ലാവരും ഇപ്പോൾ ജനിച്ചു വരുന്ന കുട്ടികൾ പോലും അത് തന്നെ ഉപയോഗിക്കുന്നത്. ഭാരതീയർക്ക് നേരെ ഭീകരാക്രമണം നടത്തിയ ശത്രുരാജ്യത്തിന്റെ പേരിൽ ഒരു നാട് അറിയപ്പെടുന്നത് നാട്ടുകാരിലും വിഷമമുണ്ടാക്കിയിരുന്നു. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എവിടെ വീടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പാകിസ്ഥാൻ മുക്കെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ ഒരു വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ അടുത്തൊരു ഒരു പെരുമാറ്റം. നമുക്ക് അതൊരു ഭയങ്കര ഒരു വിഷമമാണ്. നമ്മളുമായിട്ട് ഭയങ്കര ശത്രുതയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പേരിടുക എന്ന് പറയുമ്പോൾ പണ്ട് ഏതോ ഒരു ബസ്സുകാരനൊരു പേര് പറഞ്ഞെന്ന് വിചാരിച്ച് അതങ്ങ് ഇതായതാണ്. ഇപ്പോഴും അത് നിലനിന്ന് പോവുക. ഇത് എങ്ങനെയും ഒന്ന് ഒഴിവാക്കണമെന്നുള്ള നമ്മളെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങളിലെ പരസ്യ ബോർഡുകളിലടക്കം പാകിസ്ഥാൻ മുക്കെന്ന പേരാണ്. ബസ്സുകളിലെ ബോർഡുകളിലും ഈ പേര് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പേര് മാറ്റാൻ മുൻപ് ശ്രമങ്ങളുണ്ടായിരുന്നെങ്കിലും പിന്നീട് പ്രാബല്യത്തിൽ വന്നില്ല. ഈ പേര് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കുൾപ്പെടെ പരാതി നൽകുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. ജനം, കൊല്ലം. ഉച്ചവാർത്ത തുടരുന്നു. വികസനത്തിരയിൽ വിഴിഞ്ഞം. രാജ്യത്തിന് അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ 11 മണിക്ക് രാജ്യത്തിന് സമർപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി തുറമുഖം സമർപ്പിക്കും. നാളെ രാവിലെ തുറമുഖ ബർത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ ഔദ്യോഗിക അതിഥികളായി പങ്കെടുക്കും. ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് മെയ് 2 രാവിലെ 11 മണിക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത്. കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ, കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി, കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് പോർട്ട് വാട്ടർവേസ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ, കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപി, ശ്രീ ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, കരൺ അദാനി, ഇത്രയും പേരുടെ പേരാണ് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തിയാക്കിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ ഈറ്റില്ലമായി മാറും. പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്തെത്തും. രാജ്ഭവനിൽ തങ്ങിയ ശേഷം പാലോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും 10:10 ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തും. 1.5 മണിക്കൂറാണ് ഔദ്യോഗിക പരിപാടി. രാജ്യം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനു കൂടി സാക്ഷ്യം വഹിക്കുന്ന അവിസ്മരണീയ ദിനമാകും നാളെ. ജനം, തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് തലസ്ഥാനത്തെത്തും. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് സുരക്ഷ ശക്തമാക്കി. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയും നാളെ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരത്തെത്തുന്ന പ്രധാന സേവകനെ സ്വീകരിക്കാൻ വിപുലമായ പരിപാടികളാണ് BJP സംസ്ഥാന നേതൃത്വം ഒരുക്കിയിരിക്കുന്നത്.
സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നാളെ രാവിലെ 11 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേകം ഒരുക്കിയ വേദിയിലാണ് പരിപാടി നടക്കുന്നത്. ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ടോടെ തലസ്ഥാനത്തെത്തും. തിരുവനന്തപുരത്തേക്ക് ഈ വർഷം ആദ്യമായി എത്തുന്ന പ്രധാന സേവകനെ സ്വീകരിക്കാൻ വിപുലമായ സൗകര്യങ്ങൾക്കൊപ്പം സുരക്ഷയും ശക്തമാക്കി. BJP സംസ്ഥാന നേതൃത്വം പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. കൂടാതെ പ്രത്യേക വരവേൽപ്പും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവോടെ തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. NSG സംഘത്തെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. കടലിലും പ്രത്യേക സുരക്ഷ ഒരുക്കും. പ്രധാനമന്ത്രി വിശ്രമിക്കുന്ന രാജ്ഭവൻ അതീവ സുരക്ഷയിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് രാജ്ഭവനിലെത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയും നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും ഗതാഗത നിയന്ത്രണവും തലസ്ഥാനത്തുണ്ടാകും. അനാവശ്യ പാർക്കിംഗ് ഉൾപ്പെടെ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്താനിരിക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 3 ബോംബ് ഭീഷണി. കോർപ്പറേഷൻ, CET, ജില്ലാ കോടതി എന്നിവിടങ്ങളിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് വിവിധ സ്ഥലങ്ങളിൽ ഭീഷണിയുണ്ടായിരുന്നു. എന്നാൽ പരിശോധനകൾക്ക് ശേഷം വ്യാജ ഭീഷണിയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്ത വിഷയത്തിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയാണെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ തറവാട് സ്വത്തല്ല കേരളം, മറ്റ് നിർവാഹമില്ലാത്തതുകൊണ്ടാണ് MP-യെയും MLA-യെയും ക്ഷണിച്ചത്. പ്രതിപക്ഷ നേതാവിന് സർക്കാരിൻ്റെ കത്ത് ലഭിച്ചിട്ടില്ലെന്നും കുടുംബാംഗങ്ങളെയും കൂട്ടി മുഖ്യമന്ത്രി വിഴിഞ്ഞത്ത് പോയത് ചട്ടലംഘനമാണെന്നും കെ മുരളീധരൻ ആവർത്തിച്ചു. ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ പച്ചക്കള്ളം പറയാം. ഒന്ന്, ഇതിൻ്റെ അവകാശവാദം ഏറ്റെടുക്കുന്നത് ഒന്നാമത്തെ തെറ്റ്. 2, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്ത മൂന്നാമത്തെ തെറ്റ്. MLA-നും MP-നും വിളിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് വിളിക്കുന്നു എന്ന് മാത്രം. ഭാര്യനെയും മക്കളെയും കൊണ്ട് കോൺഫറൻസ് ഹാളിൽ ഇരിക്കാൻ ഇത് പിണറായിൻ്റെ തറവാട്ട് സ്വത്തല്ല, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം ഇന്നലെ ചട്ടലംഘനം നടത്തിയെന്ന് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഭാര്യയും മക്കളെയും കൊണ്ട് ഒരു അതീവ സുരക്ഷാ മേഖലയിൽ ചെന്ന് കോൺഫറൻസ് നടത്തിയ മുഖ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചിരിക്കുന്നു. തൊഴിലാളി ദിനത്തിൽ സമരം ശക്തമാക്കി ആശാവർക്കർമാർ. നിരാഹാര സമരം അവസാനിപ്പിച്ച് അടുത്ത ഘട്ടമായ രാപ്പകൽ സമരയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം തുടരും. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് അഭിപ്രായ വിലക്ക്. ആശാസമരത്തെ പിന്തുണച്ച സംസാരിക്കരുതെന്ന് മല്ലിക സാരാഭായിക്ക് നിർദ്ദേശം. ആശമാരെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് വിലക്ക്. ഇതിൽ കടുത്ത അതൃപ്തി പ്രകടമാക്കി മല്ലികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അഭിപ്രായം പറയുന്നത് തൻ്റെ ശീലമെന്നും താനല്ലാതാകണമോ എന്നും മല്ലികയുടെ ചോദ്യം. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു. ടിൻഡു, ഇടതുപക്ഷ ആശയങ്ങളുമായി സമരസപ്പെട്ടു പോകുന്ന ഒരാളാണ് മല്ലിക സാരാഭായ്. അതുകൊണ്ട് തന്നെയാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായി അവരെ പ്രതിഷ്ഠിച്ചത്. പക്ഷേ ആശാസമരത്തെ ഇന്ന് ഓൺലൈനിലൂടെ അഭിസംബോധന ചെയ്യാൻ ഇരിക്കെ ആ സമരത്തെ പിന്തുണക്കരുത് എന്നൊരു വ്യക്തമായ നിർദ്ദേശം അവർക്ക് ലഭിക്കുകയുണ്ടായി. എവിടെ നിന്നാണ് ഈ നിർദ്ദേശം വന്നത്? മല്ലിക സാരാഭായ് ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? എന്താണ് വിശദാംശങ്ങൾ ടിൻഡു? മല്ലിക സാരാഭായ് ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആയിരിക്കുക എന്നതിന്റെ രുചി ഇന്ന് ആദ്യമായി എനിക്ക് അറിയാൻ സാധിക്കുന്നു എന്ന രീതിയിലാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൈത്തേറിയ രുചി അവർക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. ആശാ വർക്കർമാരുടെ സമരം, ആ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ അവർക്കൊരു നിർദ്ദേശം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, മല്ലിക സാരാഭായ് എപ്പോഴും ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളോട് സമരസപ്പെട്ടു പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നേരത്തെ അരുണാചൽ സൂചിപ്പിച്ചതുപോലെ യൂണിവേഴ്സിറ്റിയുടെ കലാമണ്ഡലം പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ വിഷയത്തിൽ ആശാ വർക്കർമാരുടെ സമരത്തിനെ അഭിസംബോധന ചെയ്യാനിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ളൊരു അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശമാണ് മല്ലിക സാരാഭായിക്ക് ലഭിച്ചിരിക്കുന്നത്. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ മേലുള്ള കടന്നുകയറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ സമാനമായ രീതിയിൽ തന്നെ ആശാ വർക്കർമാരുടെ സമരത്തെ അഭിസംബോധന ചെയ്ത്
സംസാരിച്ച ഇടതുപക്ഷവുമായിട്ട് അനുഭവം പ്രകടിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകരിൽ നിന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സർക്കാരിനെയും അതോടൊപ്പം തന്നെ ഈ ആശാവർക്കർമാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും സർക്കാരിനെ എതിർത്തുകൊണ്ടുമാണ് സംസാരിച്ചത്. അത്തരത്തിലുള്ള ആശയങ്ങൾ, അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരുടെ ശമ്പള വർധനവിന് വേണ്ടിയുള്ള പൗരസമൂഹത്തിൽ നിന്നുമുള്ള ഒരു ധനസമാഹരണം സാറാ ജോസഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിലും ഈ മല്ലിക സാരാഭായിയിൽ നിന്നും ചില നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളിലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകണ്ട എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ആശാ വർക്കർമാരുടെ സമരം മണ്ഡൽ തലത്തിലേക്ക് കടക്കാനിരിക്കുകയും വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സാമൂഹ്യ മേഖലകളിൽ നിന്നുള്ള പങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മല്ലിക സാരാഭായിക്ക് ഇത്തരത്തിൽ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കടുത്ത അതൃപ്തിയും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായിട്ട് അതോടൊപ്പം തന്നെ അവരുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് അഭിപ്രായ വിലക്ക് ആശാസമരത്തെ പിന്തുണച്ച് സംസാരിക്കരുതെന്ന് മല്ലിക സാരാഭായിക്ക് നിർദ്ദേശം. ആശമാരെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് വിലക്ക്. ഇതിൽ കടുത്ത അതൃപ്തി മല്ലിക സാരാഭായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ടിൻഡുവാണ് വിവരങ്ങൾ നൽകിയത്. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. റാപ്പർ വേടൻ്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് തെളിയിക്കേണ്ടത്. വേടൻ പുലിയെ വേട്ടയാടിയെന്ന് വനംവകുപ്പിന് പരാതിയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. റാപ്പർ വേടനിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയ സംഭവത്തിൽ വനമന്ത്രിയുടെ മലക്കം മറിച്ചിൽ. വനം മന്ത്രിയുടെ മലക്കം മറിച്ചിലിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത അതൃപ്തി. മന്ത്രിയുടെ നിലപാട് മാറ്റം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്നുവെന്നാണ് ആക്ഷേപം. വേടൻ്റെ അറസ്റ്റ് ദൗർഭാഗ്യകരമായി പോയെന്നും വേടന് സാമൂഹികവും സാംസ്കാരികവുമായ പിന്തുണ വനം വകുപ്പ് നൽകും എന്നുമായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. റാപ്പർ വേടനിൽ നിന്നും പുലിപ്പല്ല് കണ്ടെത്തിയ വിഷയത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ സ്വീകരിച്ച ഇരട്ട നിലപാടിലാണ് വനം വകുപ്പിൽ അതൃപ്തി പുകയുന്നത്. വേടനെതിരെ നടപടിയിൽ 7 വർഷം വരെ തടവും ശിക്ഷയും ലഭിക്കാമെന്ന നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ആദ്യം മന്ത്രി പ്രതികരിച്ചത്. വേടനെതിരെ വനം വകുപ്പ് ധൃതിയിൽ നടപടി സ്വീകരിച്ചു എന്ന CPMന്റെ നിലപാട് വന്നതിന് പിന്നാലെയാണ് മന്ത്രി മലക്കം മറിയുന്നത്. നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാടിൽ വീണ്ടും ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി പറയുന്നു. മന്ത്രിയുടെ മലക്കം മറിച്ചിലിൽ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്നതാണെന്നാണ് വിലയിരുത്തൽ. മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വേടനെതിരെ നടപടിയെടുത്ത ഉദ്യോഗസ്ഥർ ധൃതി കാണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി വനം വകുപ്പിൽ തന്നെ അഭ്യന്തരമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുത്ത വനം വകുപ്പ് മന്ത്രി പിന്നീട് CPMന്റെ നിലപാട് വന്നതിന് പിന്നാലെ ഉദ്യോഗസ്ഥരെ പഴിചാരി വിവാദത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുകയായിരുന്നു. മന്ത്രിയുടെ സ്ഥിരതയില്ലാത്ത നിലപാട് മാറ്റം വനം വകുപ്പിൽ തന്നെ ഭിന്നതയുണ്ടാക്കി. ജനം, തിരുവനന്തപുരം. സിനിമാ ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ പരിശോധന കർശനമാക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ മാത്രം. ലൊക്കേഷനുകളിൽ ഷാഡോ പോലീസിൻ്റെ നിരീക്ഷണവും മിന്നൽ പരിശോധനയും നടത്തുമെന്ന് പറഞ്ഞെങ്കിലും കാര്യമായ നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ കേസിലും പോലീസ് ഇപ്പോൾ പ്രതിരോധത്തിലാണ്. സിനിമാ സെറ്റിലെ നിരോധിത ലഹരി ഉപയോഗം തടയാനുള്ള പോലീസിന്റെയും എക്സൈസിന്റെയും നടപടികൾ പ്രഹസനമാകുന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കൊച്ചി സിറ്റി പോലീസ് സിനിമാ സെറ്റിലെ സാങ്കേതിക പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കാൻ 3 വർഷം മുമ്പ് നടപടി ആരംഭിച്ചിരുന്നു. അപരിചിതരുടെ പ്രവേശനം തടയാനും ലഹരി വ്യാപനം നിയന്ത്രിക്കാനുമായിരുന്നു ഈ നീക്കം. എന്നാൽ ഈ നടപടി എങ്ങും എത്തിയിട്ടില്ല. ഷൂട്ടിംഗ് നടക്കുന്ന ഇടങ്ങളിൽ നിരീക്ഷണത്തിനായി ഷാഡോ പോലീസിനെ നിയോഗിക്കുമെന്ന് പറഞ്ഞതും നടപ്പായില്ല. ഷൈൻ ടോം ചാക്കോ പ്രതിയായ കേസിന്റെ അന്വേഷണത്തിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള പരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടി എന്നതാണ് ഇപ്പോൾ പോലീസ് നിലപാട്. എന്നാൽ ഫലം നെഗറ്റീവായാൽ പോലീസ് കൂടുതൽ പ്രതിരോധത്തിലാകും. ചലച്ചിത്ര ചർച്ചകൾ എന്ന പേരിൽ നഗരത്തിലെ ഫ്ളാറ്റുകളിൽ രാത്രി സംഘങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റുകളിലെത്തുന്ന വിദേശികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അസോസിയേഷനുകൾ ശേഖരിക്കാനും CCTV സ്ഥാപിച്ച് സന്ദർശകരുടെ രജിസ്ട്രേഷൻ സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ സിനിമാ മേഖലയിലെ ലഹരി തടയാൻ കൂടുതൽ ഊർജിതമായ പ്രവർത്തനമാണ് പോലീസിൽ നിന്നും എക്സൈസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ചില നായക നടന്മാരെ സംരക്ഷിക്കാൻ നടത്തുന്ന നീക്കവും സർക്കാരിൽ നിന്നുള്ള ഇടപെടലും അന്വേഷണത്തെ പിന്നോട്ടടിക്കുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്.
സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. കൊല്ലത്ത് വൻ ലഹരി വേട്ട, 7 ഇനം ഹൈബ്രിഡ് കഞ്ചാവും LSD സ്റ്റാമ്പുകളുമായി യുവാവ് പിടിയിൽ. കൊല്ലം കല്ലും താഴം സ്വദേശി അവിനാശ് ശശിയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലായത്. ഉപയോഗിച്ച കഞ്ചാവുകളുടെ ആൽബം ഉണ്ടാക്കാനായി കവറുകളിൽ പേരെഴുതി സൂക്ഷിച്ചെന്നും എക്സൈസ് മനോജ് ചേരുന്നു. മനോജ്, വിശദാംശങ്ങൾ. അനന്തമ്പ്യാർ, ഈ കല്ലുന്താഴ് സ്വദേശി അവിനാശിന്റെ വീട്ടിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ 89 മില്ലിഗ്രാം LSD സ്റ്റാമ്പും അതോടൊപ്പം തന്നെ കഞ്ചാവും കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ പിടിയിലായ പ്രതി ഉപയോഗശേഷം ഈ ഹൈബ്രിഡ് കഞ്ചാവുകൾ കവറിലാക്കി പേരെഴുതി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ഉപയോഗിച്ച കഞ്ചാവുകളുടെ ആൽബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവറിൽ സൂക്ഷിച്ചത് എന്ന് ഈ പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രതിക്ക് ഈ കഞ്ചാവുകളോടൊരു ഹരമായിരുന്നു. അതായത് വീര്യം കൂടിയ ഇനത്തിൽപ്പെട്ട ഈ ഹൈബ്രിഡ് കഞ്ചാവുകളൊക്കെ ഉപയോഗശേഷം അതൊക്കെ ശേഖരിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. 2000 രൂപ മുതൽ 10,000 വരെ ഗ്രാമിന് വിലയുള്ള കഞ്ചാവുകൾ എവിടെ കിട്ടിയാലും ഈ അവിനാശ് പോയി വാങ്ങും. അതിനുശേഷം അത് സൂക്ഷിച്ചു വെക്കും. ഈ അവിനാശ് എന്ന് പറയുന്ന 27-കാരൻ മർച്ചന്റ് നേവി വിദ്യാർത്ഥി. അത് പഠനമെല്ലാം കഴിഞ്ഞ് നിലവിൽ ജോലിയൊന്നും ഇല്ലാതെ ഈ ഒരു അതായത് കഞ്ചാവ് ശേഖരണവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ജില്ലയിൽ ഈ മാസത്തെ ആദ്യത്തെ ഈ LSD സ്റ്റാമ്പിന്റെ കേസ് കൂടിയാണ്. അതായത് ഈ സ്റ്റാമ്പ് കളക്ഷൻ പോലെ തന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ മാത്രം കിട്ടുന്ന കഞ്ചാവ് സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രതി ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഈ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന കഞ്ചാവ് ഇവിടെ എത്തി എന്നുള്ളത് എക്സൈസ് സംഘം അന്വേഷിച്ചു വരികയാണ്. എന്തായാലും പിടിയിലായ അവിനാശ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പലതരത്തിൽ കവറുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവും അതോടൊപ്പം തന്നെ സ്റ്റാമ്പും അടക്കം എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. ഇയാൾ നേരത്തെയും MDMA കേസുകളിൽ പ്രതിയാണ് എന്നുള്ള വിവരമാണ് എക്സൈസ് സംഘം പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ പരിശോധന ഇനിയും തുടരുമെന്നാണ് എക്സൈസ് സംഘം അറിയിച്ചിട്ടുള്ളത്. വ്യത്യസ്തനാണ് ലഹരി കേസിലെ ഈ പ്രതി. കൊല്ലത്ത് വൻ ലഹരി വേട്ട, 7 ഇനം ഹൈബ്രിഡ് കഞ്ചാവും LSD സ്റ്റാമ്പുകളുമായി യുവാവ് പിടിയിൽ. കൊല്ലം കല്ലും താഴം സ്വദേശി അവിനാശ് ശശിയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലായത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ലോകത്തിന് മുമ്പിൽ ഭാരതത്തിൻ്റെ ഖ്യാതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഹ്മാന്റെ പാട്ടുകളായാലും രാജമൗലിയുടെ ചരിത്ര സിനിമകളായാലും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തി. ഇന്ത്യൻ സിനിമയെ ലോകം ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് എന്നതിനുള്ള തെളിവാണ് ഋഷിയിൽ രാജ് കപൂറിന് ലഭിക്കുന്ന സ്വീകാര്യതയെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഓസ്കാറിലെ RRRന്റെ വിജയവും ഇതിനൊപ്പം ചേർത്ത് വായിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുംബൈയിൽ വേവ് സമ്മിറ്റ് ഇന്ത്യയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. बीती एक सदी में भारतीय सिनेमा ने भारत को दुनिया के कोने कोने में ले जाने में सफलता पाई है. रूस में राज कपूर जी की लोकप्रियता, कान में सत्यजीत रे की पॉपुलैरिटी और ऑस्कर में RRR की सक्सेस में यही दिखता है. गुरुदत्त की सिनेमैटिक पोएट्री हो या फिर ऋत्विक घटक का सोशल रिफ्लेक्शन, AR रहमान की धून हो या राजा मौली की महागाथा, हर कहानी भारतीय संस्कृति की आवाज बनकर दुनिया के करोड़ों लोगों के दिलों में उतरी है. പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചതിനെ വിമർശിച്ച് സുപ്രീം കോടതി. സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് കോടതി താക്കീത് നൽകി. രാജ്യം കടന്നു പോകുന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നും ഹർജിക്കാരനോട് കോടതി ആവശ്യപ്പെട്ടു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കോടതിയുടെ നിരീക്ഷണം എന്താണ്? വിശദാംശങ്ങൾ. അനന്തമ്പ്യാർ, ഈ പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചത്. ഈ ഹർജി നൽകിയ വ്യക്തിയെ, ഹർജിക്കാരനെ രൂക്ഷ ഭാഷയിൽ സുപ്രീം കോടതി വിമർശിച്ചു. രാജ്യം കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെ പറ്റി സാമാന്യമായ ബോധമുണ്ടാകണം എന്നാണ് കോടതി വിവരിച്ചത്.
ഇത്രയും ഒരു നിർണായക ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പശ്ചാത്തലമാണിത്. പ്രത്യേകിച്ച് ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടേണ്ട, ഒരുമിച്ച് കൈകോർക്കേണ്ട ഒരു സമയമാണ്. അതിനിടയിൽ ഇത്തരം ഹർജികൾക്ക് പ്രസക്തിയില്ല. മാത്രമല്ല സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ ചോർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണിത് എന്ന വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഒപ്പം കോടതി മറ്റൊരു ചോദ്യം കൂടി ഉന്നയിച്ചു. അതായത് ഇത് ഭീകരതയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതേപ്പറ്റി ഒരു റിട്ടയർഡ് ജഡ്ജി എങ്ങനെയാണ് അന്വേഷിക്കുക എന്നൊരു ചോദ്യമാണ് ഉന്നയിച്ചത്. അതായത് NIA ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ഒരു ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യം കൂടി ഹർജിക്കാരനോട് ചോദിച്ചു. ഈ ഹർജി ഇപ്പോൾ ഹർജിക്കാരൻ പിൻവലിച്ചിരിക്കുകയാണ്. അനിൽ നമ്പ്യാർ. പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചതിനെ വിമർശിച്ച് സുപ്രീം കോടതി സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് കോടതി താക്കീത് നൽകി. രാജ്യം കടന്നുപോകുന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നും ഹർജിക്കാരനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും സംവരണം സുതാര്യമാകണമെങ്കിൽ ജാതി സെൻസസ് വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സെൻസസ് എടുക്കുന്ന കൂട്ടത്തിൽ ജാതി കൂടെ ചേർത്ത് എടുക്കാനുള്ള ഒരു തീരുമാനം സെൻട്രൽ ഗവൺമെൻറ് എടുത്തു എങ്കിൽ അത് വളരെ സന്തോഷകരമാണ്. അത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ സന്തോഷിക്കണം. കാരണം കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു സത്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തർക്കങ്ങൾ പല സംസ്ഥാനങ്ങൾക്കുണ്ട്. ആ സംവരണത്തിൻ്റെ പെർസെൻറ്റേജും അവന് പലർക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നും കിട്ടിക്കൊടുക്കുന്നത് പലതും കൂടുതലാണെന്നും ഒക്കെ സംവരണ സമുദായത്തിനകത്ത് തന്നെ അസംതൃപ്തിയുണ്ട്. ഇതില്ലാതാക്കണമെങ്കിൽ സുതാര്യമായ ഒരു ജാതി സെൻസസ് എടുത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം പൂർണ്ണമായും സുതാര്യമായും സത്യസന്ധമായും നീതിപരമായും കൊടുക്കാൻ സാധിക്കും. ഉച്ചവാർത്ത തുടരുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മൊഴിയും അനുബന്ധ രേഖകളും ലഭിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മൊഴിയും രേഖകളും തൽക്കാലം നൽകാനാവില്ലെന്ന് വിചാരണ കോടതി ഉത്തരവിട്ട പശ്ചാത്തലത്തിലാണ് നീക്കം. 1.25 ലക്ഷത്തിലേറെ വരുന്ന രേഖകളാണ് കുറ്റപത്രത്തോടൊപ്പം SFIO സമർപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ SFIO കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച അനുബന്ധ രേഖകളും മൊഴിപ്പകർപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തൽക്കാലം നൽകാൻ സാധിക്കില്ലെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. SFIO സമർപ്പിച്ച 1.25 ലക്ഷത്തിലേറെ വരുന്ന അനുബന്ധ രേഖകളുടെയും വീണയുൾപ്പെടെയുള്ളവരുടെ മൊഴിയടക്കമുള്ള രേഖകളുടെയും പകർപ്പെടുക്കാൻ സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നായിരുന്നു വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയ കാരണം. ഇതിനെതിരെ രേഖകൾ ലഭിക്കാനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് EDയുടെ തീരുമാനം. രേഖകളുടെ പകർപ്പെടുക്കാൻ ഫോട്ടോസ്റ്റാറ്റ് മെഷീനും ജീവനക്കാരെയും എത്തിക്കാമെന്ന് ED അപേക്ഷ നൽകിയെങ്കിലും ആവശ്യം അനുവദിക്കാൻ അധികാരമില്ലെന്നായിരുന്നു വിചാരണ കോടതിയുടെ നിലപാട്. നിലവിൽ മാസപ്പടി ഇടപാടിലെ SFIO കുറ്റപത്രത്തിന്മേലുള്ള തുടർ നടപടികൾക്ക് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം SFIOയുടെ അനുബന്ധ രേഖകൾ, CMRL ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ മൊഴി വിശദാംശങ്ങൾ, മാസപ്പടി ഡയറി തുടങ്ങിയവയുടെ പകർപ്പുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ ED അന്വേഷണം സാധ്യമാകൂ. അതിനാൽ വേഗത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയെടുക്കാനാണ് EDയുടെ ശ്രമം. ജനം, കൊച്ചി. CPI പ്രാദേശിക നേതാവിന് വേണ്ടി വില്ലേജ് ഓഫീസർക്ക് സ്ഥലം മാറ്റം നൽകിയ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കലക്ടറുടെ വിചിത്രമായ ഉത്തരവ്. CPI തൃക്കാക്കര മണ്ഡലം സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം 2 ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം നൽകി എന്ന് ഉത്തരവിൽ തന്നെ രേഖപ്പെടുത്തിയാണ് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചിരിക്കുന്നത്. വിവാദ ഉത്തരവിൻ്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. നിഷ്പക്ഷമായി നടത്തേണ്ട സ്ഥലമാറ്റ നടപടികൾ രാഷ്ട്രീയ പാർട്ടിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അട്ടിമറിക്കുന്നുവെന്ന് NGO സംഘ് ആരോപിച്ചു. ഭരണതലത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഉത്തരവ്. എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കളക്ടറുടെ പേരിൽ ഇറങ്ങിയ ഈ ഉത്തരവ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.
CPI തൃക്കാക്കര മണ്ഡലം സെക്രട്ടറി സന്തോഷ് ബാബുവിന്റെ ആവശ്യപ്രകാരമാണ് 2 ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റമെന്ന് ഉത്തരവിൽ പറയുന്നു. സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുള്ള നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നിഷ്പക്ഷവും നീതിപൂർവവുമായി നടത്തേണ്ട സ്ഥലംമാറ്റ നടപടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അട്ടിമറിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് NGO സംഘ് പറഞ്ഞു. സർവീസ് മേഖലയിൽ പുതിയ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും അവർ ആരോപിച്ചു. പ്രാദേശിക തലത്തിൽ പോലും ഇത്ര വലിയ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു എന്നത് നമ്മുടെ ഭരണരംഗത്തിന് വലിയ കളങ്കമാണ് ചാർത്തുന്നത്. ജനം, കൊച്ചി. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു. വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.